സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. മിഡിൽ ഫാമിലിയിലാണ് ജനിച്ചത് എന്നെങ്ങനെ പറയാം? ഐ വാസ് ബോൺ ഇൻ ടു എ മിഡിൽ ഫാമിലി. ഞാനൊരു മിഡിൽ ഫാമിലിയിലാണ് ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ ടു എ മിഡിൽ ഫാമിലി. ഞാനൊരു മിഡിൽ ഫാമിലിയിലാണ് ജനിച്ചത്. മക്കളായിരുന്നു എന്നിങ്ങനെ പറയാം? വി വേർ 6 ചിൽഡ്രൻ. ഞങ്ങൾ 6 മക്കളായിരുന്നു. വി വേർ 6 ചിൽഡ്രൻ. ഞങ്ങൾ 6 മക്കളായിരുന്നു. എനിക്ക് 4 സഹോദരിമാരും 1 സഹോദരനും ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് 4 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. എനിക്ക് 4 സഹോദരിമാരും 1 സഹോദരനും ഉണ്ടായിരുന്നു. ഐ ഹാഡ് 4 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. എനിക്ക് 4 സഹോദരിമാരും 1 സഹോദരനും ഉണ്ടായിരുന്നു. ത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നെങ്ങനെ പറയാം? വി വേർ ഹാപ്പി. ഞങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. വി വേർ ഹാപ്പി. ഞങ്ങൾ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. വി വേർ ഹാപ്പി. സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നതെന്ന് എങ്ങനെ പറയാം? വി വേർ ഹാപ്പി. ഞങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. വി വേർ ഹാപ്പി. ഞങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. പുഴയ്ക്കടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു താമസിക്കുന്നതെന്ന് എങ്ങനെ പറയാം? വി ലിവ്ഡ് ഇൻ എ ഹൗസ് നിയർ ഭാരതപ്പുഴ. ഞങ്ങൾ ഭാരതപ്പുഴയ്ക്കടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വി ലിവ്ഡ് ഇൻ എ ഹൗസ് നിയർ ഭാരതപ്പുഴ. ഞങ്ങൾ ഭാരതപ്പുഴയ്ക്കടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഉത്സവങ്ങളായിരുന്നു. അതെങ്ങനെ പറയാം? എവരി സെലിബ്രേഷൻ വാസ് എ ഫെസ്റ്റിവൽ ഫോർ അസ്. ഓരോ ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഉത്സവങ്ങളായിരുന്നു. എവരി സെലിബ്രേഷൻ വാസ് എ ഫെസ്റ്റിവൽ ഫോർ അസ്. ഓരോ ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു. ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു എന്നെങ്ങനെ പറയാം? എവരി സെലിബ്രേഷൻ വാസ് എ ഫെസ്റ്റിവൽ ഫോർ അസ്. ഓരോ ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഉത്സവങ്ങളായിരുന്നു. എവരി സെലിബ്രേഷൻ വാസ് എ ഫെസ്റ്റിവൽ ഫോർ അസ്. ഓരോ ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഉത്സവങ്ങളായിരുന്നു. ഉത്സവങ്ങളിൽ എല്ലാ അയൽവാസികളും ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ആൾ നെയ്ബേഴ്സ് ഗ്യാതേർഡ് ഇൻ അവർ ഹൗസ്. ആ ഉത്സവങ്ങളിൽ എല്ലാ അയൽവാസികളും ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ആൾ നെയ്ബേഴ്സ് ഗ്യാതേർഡ് ഇൻ അവർ ഹൗസ്. ആ ദിവസങ്ങളിൽ, ആ ഉത്സവങ്ങളിൽ എല്ലാ അയൽവാസികളും ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു. ഊഞ്ഞാലും തിരുവാതിരക്കളിയും തുമ്പിതുള്ളലുമായി ആ രാത്രി ഞങ്ങൾ ചിലവഴിച്ചു. വി സ്പെൻഡ് ദാറ്റ് നൈറ്റ് വിത്ത് സ്വിങ്സ്, തിരുവാതിര പ്ലേ ആൻഡ് തുമ്പിതുള്ളൽ. തിരുവാതിരയും തുമ്പിതുള്ളലും ഊഞ്ഞാലുമായി ആ രാത്രി ഞങ്ങൾ ചിലവഴിച്ചു. വെലോ ഫയർ വർക്ക്. വിഷു വന്നു കഴിഞ്ഞാൽ പടക്കങ്ങളുടെ ഒരു പൂരമായിരുന്നു. ഇഫ് വിഷു കെയിം ഇറ്റ് വാസ് എ ഫെസ്റ്റിവൽ ഓഫ് ഫയർ വർക്ക്. വിഷു വന്നു കഴിഞ്ഞാൽ പടക്കങ്ങളുടെ ഒരു പൂരമായിരുന്നു. കുട്ടിക്കാലം സന്തോഷവും സന്തോഷപ്രദവുമായിരുന്നു. Thus our childhood was happy. It was a delightful. അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലം സന്തോഷവും സന്തോഷപ്രദവുമായിരുന്നു. Thus our childhood was happy. It was a delightful. അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലം സന്തോഷവും സന്തോഷപ്രദവുമായിരുന്നു. പാർക്കുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ദർ വാസ് എ പാർക്ക് നിയർ അവർ ഹൗസ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. ദർ വാസ് എ പാർക്ക് നിയർ
അവർ ഹൗസ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ അവിടെ കളിക്കാൻ പോയിരുന്നു എന്നെങ്ങനെ പറയാം? ഇൻ ദ ഈവനിങ് വി യൂസ് ടു ഗോ ദർ ടു പ്ലേ. എന്നും വൈകുന്നേരം ഞങ്ങൾ അവിടെ കളിക്കാൻ പോയിരുന്നു. ഇൻ ദ ഈവനിങ് വി യൂസ്ഡ് ടു ഗോ ദർ ടു പ്ലേ. എന്നും വൈകുന്നേരം ഞങ്ങൾ അവിടെ കളിക്കാൻ പോയിരുന്നു. കളിക്കാൻ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? There are so many children who came to play there. ധാരാളം കുട്ടികൾ കളിക്കാൻ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? കുട്ടികൾ കളിക്കാൻ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? There were many children who used to come to play there. അവിടെ ധാരാളം കുട്ടികൾ കളിക്കാൻ വരാറുണ്ടായിരുന്നു. There were many children who used to come to play there. അവിടെ ധാരാളം കുട്ടികൾ കളിക്കാൻ വരാറുണ്ടായിരുന്നു. നേരങ്ങളിൽ ധാരാളം ആളുകൾ പാർക്കിൽ വരാറുണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ് മെനി പീപ്പിൾ യൂസ്ഡ് ടു കം ടു ദ പാർക്ക്. വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ പാർക്കിൽ വരാറുണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ് മെനി പീപ്പിൾ യൂസ്ഡ് ടു കം ടു ദ പാർക്ക്. വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ പാർക്കിൽ വരാറുണ്ടായിരുന്നു. പിന്നെ വേറൊരു ദിവസമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിൽ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.